റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. മോദി സ്തുതിയിൽ ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അമർഷം. മോദി സ്തുതിയിൽ തരൂരിനോട് വിശദീകരണം തേടിയേക്കും. തരൂരിനെ കയറൂരി വിടരുത് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. മോദി സ്തുതി ഗൗരവമായി കാണണമെന്ന് നിരവധി പേർ ആവശ്യപ്പെട്ടു. PR സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, ഇനി ഇനഫ് ഈസ് ഇനഫ്, പരമാവധി ഡാമേജ് ഉണ്ടാക്കി, ഇനി ഇതിങ്ങനെ കയറൂരി വിടാൻ കഴിയില്ല എന്ന മട്ടിലാണോ AICCയുടെ പോക്ക്? നേരത്തെ ഈ ശശി തരൂരിനെ അങ്ങ് അവഗണിച്ചൊഴിവാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ മോദിയെ പുകഴ്ത്തി ലേഖനം എഴുതി ആ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവയ്ക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പോഴും ശശി തരൂർ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരാൾ അവർ പ്രതിരോധിക്കുന്ന അവർ ആർക്കെതിരെയാണോ പോരാടുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നല്ലതെഴുതി പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു, പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പക്ഷേ വിശദീകരണം തേടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ PR സുനിൽ AICCയിൽ നിന്ന്? അരുൺ, ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു. ഒരുപാട് വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി, പ്രധാനപ്പെട്ട ഈ പ്രതിപക്ഷത്തെയൊക്കെ തന്നെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സ്വത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലേഖനങ്ങൾ പത്രങ്ങളിൽ എഴുതുന്നത്. ആ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ. ഏതായാലും ഇത് വളരെ ഗൗരവമായ സാഹചര്യം എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ശശി തരൂരിനെ ഈ നിലയിൽ കയറൂരി വിടാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പല നേതാക്കളും എത്തുകയാണ്. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശശി തരൂരിന്റെ പ്രതികരണങ്ങളോട് വലിയൊരു വിവാദമുണ്ടാക്കേണ്ട സാഹചര്യമില്ല, അക്കാര്യങ്ങളിൽ പ്രതികരിച്ച് വിഷയം വഷളാക്കേണ്ട കാര്യമില്ല, ശശി തരൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞുവെങ്കിൽ പോലും ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുകയാണ്. പ്രത്യേകിച്ച് ദേശീയതലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ രാഷ്ട്രീയമായി വളരെ ശക്തമായി നീങ്ങാൻ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ശശി തരൂരിനെ പോലൊരാൾ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടിയിലേക്ക് ഏതായാലും ഇപ്പോൾ ഹൈക്കമാൻഡ് കടക്കാൻ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഹൈക്കമാൻഡിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ ശശി തരൂരിൻ്റെ വിശദീകരണം തേടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വിശദീകരണം തേടി ശശി തരൂരിനെ നിലയ്ക്ക് നിർത്തണം എന്ന ഒരു ആവശ്യം ഹൈക്കമാൻഡിലെ പല നേതാക്കളും ഉയർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ഈ കോൺഗ്രസിനകത്തു നിന്ന് പല വിഷയങ്ങളും ഉയർത്തി, പല വിമർശനങ്ങളും ഉയർത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല നേതാക്കളും പാർട്ടി വിട്ടുപോയ സാഹചര്യമുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ അതത് സമയത്ത് പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയണം എന്ന ആവശ്യം കൂടി നേതാക്കളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ ശശി തരൂർ വിഷയം വളരെ ഗൗരവമായി കാണണം എന്ന ആവശ്യം നേതാക്കൾ ഉയർത്തുമ്പോൾ തീർച്ചയായും വലിയൊരു നീക്കത്തിലേക്ക് ഹൈക്കമാൻഡ് ശശി തരൂരിനെതിരെ നീങ്ങുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശശി തരൂർ നിലവിൽ റഷ്യയിലാണ്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിൽ തിരിച്ചെത്തും. 27-ാം തീയതി പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗത്തിന് മുന്നോടിയായി അദ്ദേഹം ദില്ലിയിൽ തിരിച്ചെത്തുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കമാൻഡ് ശശി തരൂരിനെ വിളിപ്പിച്ച് ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അരുൺ, ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാർത്താ സമ്മേളനം ദില്ലിയിൽ നടക്കാൻ പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് വാർത്താ സമ്മേളനം. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണങ്ങൾക്ക് മറുപടി നൽകാനാണ് ഈ വാർത്താ സമ്മേളനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ വാർത്താ സമ്മേളനത്തിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയരും. അക്കാര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണവും ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ, മാത്രമല്ല PR സുനിൽ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നൊരു വാചകം ഇതാണ്: പ്രധാനമന്ത്രിയുടെ ഊർജം, പ്രധാനമന്ത്രിയുടെ എനർജിയും ഡൈനാമിസവും നിശ്ചയദാർഢ്യവും വില്ലിങ്നെസ്സും ഗ്ലോബൽ സ്റ്റേജിൽ, അതായത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ അസറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ആരാണ്? കോൺഗ്രസിൻ്റെ നേതാവായ ശശി തരൂരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വില്ലിങ്നെസ്, നിശ്ചയദാർഢ്യം എന്നുള്ളത് അന്താരാഷ്ട്ര വേദികളിൽ നമ്മുടെ കരുത്താണ് എന്ന് പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷിയുടെ MP ആണ്. ആ പ്രതിപക്ഷ കക്ഷിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്നുള്ളതാണ്. BJPക്കും മോദിക്കും ആഘോഷിക്കാൻ ഇതിനും അപ്പുറം എന്തു വേണം? അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്പടി തന്നെ ആ ലേഖനം എടുത്തങ്ങ് പബ്ലിഷ് ചെയ്തു. അതോടുകൂടി അതങ്ങ് ട്വീറ്റ് ചെയ്തു. അതോടുകൂടി കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലായി. ഒരു ഭാഗത്ത് കോൺഗ്രസ് മോദിയെ വിമർശിക്കുമ്പോഴാണ് മോദി രാജ്യത്തിൻ്റെ അസറ്റാണ് അന്തർദേശീയ വേദികളിൽ എന്ന് ശശി തരൂർ പറയുന്നത്. ഇതിനപ്പുറം പ്രതിസന്ധിയിലാക്കാൻ വല്ല കാര്യം ആവശ്യമുണ്ടോ? ഇപ്പോൾ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി K മുരളീധരനും രംഗത്ത് വന്നിട്ടുണ്ട്. മോദി സ്തുതി നടത്തുന്നത് കോൺഗ്രസിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് K മുരളീധരൻ. മോദി സ്തുതി നടത്തുന്നയാളെ എങ്ങനെ നിലമ്പൂരിൽ കൊണ്ടുവരാൻ കഴിയുമെന്നും ചോദ്യം. നടപടി എടുക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും K മുരളീധരൻ വ്യക്തമാക്കി. കേൾക്കാം.
ശശി തരൂര് കോൺഗ്രസിന്റെ ദേശീയ സമിതി അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടേ എന്നുള്ളത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ മോദി സ്തുതി നടത്തുന്നത് കോൺഗ്രസിന്റെ അന്തസ്സിന് ചേർന്നതല്ല. രാഷ്ട്രീയ എതിരാളിയെ പുകഴ്ത്തുന്നത് തെറ്റാണ്. പാർട്ടിയുടെ നയം പറയേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതിന് മേലെ മറ്റൊരു നയം പാർട്ടിക്കില്ല. മാത്രമല്ല ഇങ്ങനെ മോദി സ്തുതി നടത്തുന്ന ഒരാളെ എങ്ങനെ നിലമ്പൂരിൽ കൊണ്ടുവരാൻ കഴിയും? തീർച്ചയായിട്ടും കോൺഗ്രസിനെതിരായിട്ട് പറയും. രാഹുൽ ഗാന്ധിയുടെ നയത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ നടപടി എടുക്കണോ വേണ്ടേ എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് പോകാം. എന്തായാലും തരൂരിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതിലാണ് ആകാംക്ഷ. നടപടി ഉണ്ടായില്ലെങ്കിലും ഒരു വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വിശദീകരണത്തെ തരൂർ എങ്ങനെയാണ് ഇനി ലേഖനം വഴി പ്രസംഗം വഴി സമീപിക്കുകയെന്നറിയില്ല. ഇപ്പോഴും കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു നയതന്ത്ര ഉദ്യമവുമായി റഷ്യയിലാണ് ശശി തരൂർ എന്നത് പ്രേക്ഷകർക്ക് ഓർമ്മിക്കുമല്ലോ. അതുകൊണ്ട് ഇനിയും ശശി തരൂർ അത് തുടരുക തന്നെ ചെയ്യും. ഇങ്ങോട്ടൊരു ചായ് ഉണ്ടോ എന്നൊരു സംശയം പ്രേക്ഷകർക്കില്ലേ? കുറച്ച് നാളായി കോൺഗ്രസിലെ പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. അതെന്തായാലും ശശി തരൂർ തീർത്തു കൊടുക്കും തിരികെ വരുമ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്തട്ടെ എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഇരട്ടത്ത് നടത്തുന്നത് പാർട്ടിയെ ശശി തരൂർ? ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് അല്ലേ? കോൺഗ്രസിലെ നേതാക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വലിയ മല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരും. ശശി തരൂർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുത്തിപ്പൊട്ടിച്ചിട്ട് അങ്ങ് പോകും, ആരും അറിയാതെ. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. രാജ്യത്ത് മോദിക്കെതിരെ അടുത്ത വർഷകാല സമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനിരിക്കുന്ന സമയത്താണ് മോദി രാജ്യത്തിൻ്റെ അസറ്റാണ് എന്ന് ശശി തരൂർ പറയുന്നത്. എന്താണ് അവസ്ഥ?